കോൺഗ്രസ്സുകാർക്ക് വൃത്തികേട് കാണിക്കാൻ ഒരു അനുവാദമുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തു വെച്ചത് സാധാരണഗതിയിൽ നമ്മൾ പലതരത്തിലുള്ള സെക്ഷൽ സ്കാൻഡൽസൊക്കെ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല ഇത് നമ്മൾ കേൾക്കുന്നത് പരാതികളുടെ രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ചെയ്യാത്തൊരു കാര്യമാണ്. കോൺഗ്രസ്സുകാർ അയാളെ തൂക്കി വെളിയിലോട്ടിട്ടു. നേതൃത്വമെങ്കിലും അതിന് തയ്യാറായി. അതോടുകൂടി കോൺഗ്രസ് പാപഭാരത്തിൽ നിന്നും അവർ ഒഴിവായി. അതിനുള്ള ഒരു പൊളിറ്റിക്കൽ സജാസിറ്റി അവർ കാണിച്ചു. ഞാനത് ആ കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇവൻ വളർന്നു വരുന്നൊരു വിഷവിത്താണ് എന്നും അവർക്ക് നേരത്തെ അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഒരു സമയം വന്നപ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് അവർ കൈകഴുകി വൃത്തിയാക്കി. ഇപ്പോഴും CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അയാളാണ് ഈ ശബരിമല നടന്ന ഈ കൊള്ളയിൽ ഒരു പങ്കുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഇപ്പോഴും ആരോപിക്കുന്നത്. ഒരു നടപടിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഈ പാർട്ടി എന്തെങ്കിലും ഈ പാർട്ടിക്ക് അതിൻ്റെ 5 പൈസയുടെ പൈസ കിട്ടിയത് ഞാൻ പറയുന്നത് എനിക്കത് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ ശബരിമല കൊള്ളയിൽ പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ട്. പക്ഷേ പങ്കുണ്ട് എന്ന് സംസ്ഥാന സർക്കാരും അതിൻ്റെ പ്രോസിക്യൂഷനും പോലീസും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും പാർട്ടിക്കാരനായിട്ട് തുടരുകയാണ്. ഇത് മനുഷ്യർക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമുണ്ട്. അതായത് PK ശശി KTDCയുടെ ചെയർമാനായിട്ട് ഇപ്പോഴും തുടരുന്നു. അയാൾ പാർട്ടിയുടെ അംഗം. ഇതിനകത്തൊക്കെ പ്രശ്നമുണ്ട്. അതായത് ഇയാൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നില്ല, അയാളെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച ആളാണ്. അയാളെ പാർട്ടി പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുത്തി. അപ്പോൾ പാർട്ടിക്ക് അയാളെക്കുറിച്ചൊരു അസസ്മെൻ്റ് ഉണ്ട്. പാർട്ടിയിൽ കൊള്ളൂല എന്നുള്ള കാര്യം, പക്ഷേ ഇവിടെ കൊള്ളും എന്നുള്ളതായി. ഇപ്പോഴും ഇത്രയും റിപ്പോർട്ടുകൾ വന്നിട്ടും പാർട്ടിയിൽ കൊള്ളാം. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഭരണമാണ് പ്രധാനം എന്ന് CPM വിശ്വസിക്കുന്നു എന്നൊരു തോന്നൽ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രീകുമാർ പറഞ്ഞനുസരിച്ചിട്ടുണ്ടെങ്കിലും ഇത് അവരുടെ സർക്കാർ എപ്പോഴും സ്ക്രൂട്ടിനിൽ തന്നെ. നിങ്ങൾ ഏത് നില വെച്ച് സ്ക്രൂട്ടിനി ചെയ്താലും, ഇന്ത്യയിലെ ഏത് സർക്കാർ നിലവിലുള്ള ഏത് സർക്കാരോ മറ്റ് സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾ എടുത്താലോ, കേരളത്തിൽ ഇപ്പോഴുള്ള സർക്കാരും ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ, നിങ്ങൾ താരതമ്യമില്ലാത്ത ഭരണമാണെന്ന് ഉറപ്പിച്ച് പറയാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഭരണം മാത്രമല്ല പ്രശ്നം. ഭരണം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്സിൽ എപ്പോഴെങ്കിലും കോംപ്രമൈസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ CPM അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസുകൾ, ഭരണപരമായ കോംപ്രമൈസുകൾ, രാഷ്ട്രീയപരമായ കോംപ്രമൈസ് വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ, അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു ജാതി മത സംഘടനയുടെയും ആനുകൂല്യത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് കാരണം ഇത്രയും കാലം BJP രംഗത്തില്ലാത്തത് കൊണ്ട് ചില അഡ്വാൻറ്റേജുകളുണ്ടായിരുന്നു. വന്നാലും പോയാലും ഈ വോട്ടുകൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയി. ഇപ്പോഴതല്ല. ആ വോട്ട് സമാഹരിക്കാനും അത് വിജയത്തിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പം BJPക്കുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുകൊണ്ടും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു തരത്തിലുള്ള കോംപ്രമൈസും വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി അവരായിരിക്കില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഭരണം കൊണ്ടു നടക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്ക് കൊണ്ടു നടക്കാമെന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ പോളിറ്റിക്സ് ഇല്ലാണ്ടായിപ്പോൾ.